വചനമൊഴി ജനുവരി 22. വചനഭാഗം 2 കോരിന്തോസ് 6:4-10, യോഹന്നാന്റെ സുവിശേഷം 12:27-33. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്നെന്നെ രക്ഷിക്കണമേ. അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അവിടെ നിന്നിരുന്ന ജനക്കൂട്ടം ഇത് കേട്ടിട്ട് ഇടിമുഴക്കമുണ്ടായി എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ, ഒരു മാലാഖ അവനോട് സംസാരിച്ചു എന്നും ഈശോ പറഞ്ഞു, ഈ സ്വരമുണ്ടായത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി. ഇപ്പോൾ ഈ ലോകത്തിന്റെ അധികാരി പുറന്തള്ളപ്പെടും. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിക്കാനാണ്. ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പ്രധാനമായും 2 ഭാഗങ്ങളായാണ് തിരിക്കുന്നത്. ആദ്യ ഭാഗം 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ അടയാളങ്ങളുടെ പുസ്തകം എന്നറിയപ്പെടുന്നു. രണ്ടാമത്തെ ഭാഗം 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ മഹത്വത്തിന്റെ പുസ്തകം എന്നറിയപ്പെടുന്നു. ഈശോ മിശിഹായുടെ പീഡാനുഭവ കുരിശിൻ ഉത്ഥാനത്തെ വിവരിക്കുന്ന ഭാഗമാണ് പ്രധാനമായും 13 മുതൽ 21 വരെയുള്ള അധ്യായങ്ങൾ. ഈ ഭാഗത്തെയാണ് മഹത്വത്തിന്റെ പുസ്തകം എന്ന് വിളിക്കുന്നത്. ഈശോ മിശിഹായുടെ കുരിശുമരണത്തെ പിതാവിന്റെ മഹത്വപ്പെടുത്തലായിട്ടാണ് കാണുന്നത്. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന. ഈശോയുടെ കുരിശുമരണം പിതാവിന്റെ നാമത്തിന്റെ മഹത്വപ്പെടുത്തൽ ആയിട്ടാണ് കാണുന്നത്. ഈശോ പിതാവിനോട് പ്രാർത്ഥിക്കുന്നതും മഹത്വപ്പെടുത്തണമേ എന്നാണ്. ഈശോയുടെ മഹത്വത്തിന്റെ മണിക്കൂർ എന്നാണ് കുരിശുമരണത്തെ വിളിക്കുന്നത്. മിശിഹ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക, അപ്പോൾ എല്ലാവരും തന്നിലേക്ക് ആകർഷിക്കുമെന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളാണ് അവിടെ ശ്രദ്ധ വരുന്നത്. ഒന്ന്, മിശിഹയുടെ കുരിശുമരണമാണ്. അവിടുന്ന് കുരിശിൽ ഉയർത്തപ്പെടുന്നു. കുരിശിലൂടെയാണ് രക്ഷ യാഥാർത്ഥ്യമാകുന്നത്. ഉയർത്തപ്പെടുന്നത്, ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുക എന്ന് പറയുന്നത് മരണത്തിൽ നിന്നുള്ള ഉത്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ഉത്ഥിതനായ മിശിഹ നൽകുന്ന പ്രത്യാശയാണ് ലോകത്തിന്റെ രക്ഷ. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവനിലേക്ക് എല്ലാവരും നോക്കുന്നു. മിശിഹായുടെ ഉത്ഥാനത്തിലേക്ക് നോക്കി, മിശിഹായുടെ ഉത്ഥാനത്തിലേക്ക് നോക്കി ഇഹലോക ജീവിതം നയിക്കുന്ന നാം ഓരോരുത്തരും ഉത്ഥാനത്തിൽ പങ്കാളികളാകുവാനാണ് ആഗ്രഹിക്കുന്നത്. മിശിഹായിലേക്ക് നോക്കുന്നത് സഹനങ്ങളിലൂടെ കടന്ന് ഉത്ഥാനത്തിലേക്ക് പ്രവേശിക്കുവാനാണ്. ഇഹലോക ജീവിതം പൂർത്തിയാക്കി സ്വർഗോന്മുഖമായി യാത്ര നടത്തുന്ന ഇഹലോക ജീവിതത്തിൽ ലക്ഷ്യം വെക്കുന്നത് മഹത്വത്തിലേക്കുള്ള പ്രവേശനമാണ്. മിശിഹായോട് ചേർന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ, ഈ ഭൂമിയിൽ നിന്ന് സ്വർഗോന്മുഖമായി ജീവിക്കുവാനും സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് അനുദിന ജീവിതം നയിക്കുവാനുമുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്വർഗോന്മുഖമായ ജീവിതമാണ് നാം ലക്ഷ്യം വെച്ചിരിക്കുന്നത്. മിശിഹ തന്റെ പീഡാനുഭവ കുരിശുമരണ ഉത്ഥാനത്തിലൂടെ
നമുക്ക് നേടിത്തന്നത് സ്വർഗവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയുമാണ്. ആ പ്രത്യാശയിൽ നിലനിൽക്കുന്നവരാണ് നാം ഓരോരുത്തരും. സ്വർഗോന്മുഖമായ ജീവിതം നയിക്കുവാനും സത്പ്രവർത്തികളിലൂടെ ഉത്തിതനായ മിശിഹായെ നോക്കി സ്വർഗോന്മുഖമായ ജീവിതം നയിക്കുവാനും അനുദിന ജീവിതത്തിൽ വചനാനുസൃതം ജീവിച്ച് സ്വർഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.